ഒറ്റശിഖരം സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മീനാക്ഷിയാണെങ്കിൽ ഭക്ഷണമൊന്നും കഴിക്കാതെ ഇരിക്കുമ്പോൾ മഞ്ജിമ അങ്ങോട്ട് വരുന്നുണ്ട്. എല്ലാവരുടെയും പ്ലാനിങ് എന്താണ്? ഭക്ഷണമൊന്നും കഴിക്കാതെ ഇങ്ങനെ ഇരിക്കുക എന്നാണോ? എന്നിട്ട് വന്ന് കഴിച്ചേ എന്നൊക്കെ പറയുമ്പോൾ മീനു പറയുന്നുണ്ട് എനിക്ക് വിശക്കുന്നില്ല എന്ന്. അച്ഛൻ്റെ റൂമിൽ പോയപ്പോൾ അച്ഛനും ചടഞ്ഞുകൂടിയിരിക്കുന്നു, അമ്മയാണെങ്കിൽ കിടക്കുന്നു. ഇതെന്താ ഇത്? ഞാനേ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്, എല്ലാവരും വന്ന് കഴിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് മീനാക്ഷിയുമായിട്ട് അങ്ങോട്ട് പോവുകയാണ്. എന്തായാലും ഈ സമയം മീനാക്ഷിയാണെങ്കിൽ ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ടും തല ചായച്ചങ്ങനെ കിടക്കുകയാണ്. പെട്ടെന്നാണ് അവിടേക്ക് തുളസി വരുന്നത് അവൾ കാണുന്നത്. വേഗം തന്നെ എഴുന്നേറ്റ് ഭക്ഷണം ആർത്തിയോടെ കഴിക്കുന്നത് പോലെയൊക്കെ തന്നെ ആക്ട് ചെയ്യുകയാണ്. തുളസിയാണെങ്കിൽ അത് കണ്ട് അതിശയിക്കുന്നു. പ്രസന്നയും അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ തുളസീധരൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നുണ്ട്. പിന്നീട് മഞ്ജു ആണെങ്കിൽ നാളെ തന്നെ ചേച്ചി ജോലിക്ക് പോകണമെന്നും അതുപോലെ തന്നെ നമുക്ക് പൈസയോട് ആർത്തി വേണം, ജോലി ചെയ്ത് നമുക്ക് ശമ്പളം വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിരിപ്പിക്കാനായിട്ട് നോക്കുകയാണ്. ഈ സമയം തുളസിക്കാണെങ്കിൽ ഭക്ഷണം തലയ്ക്ക് കയറുന്നുണ്ട്. അയാളാണെങ്കിൽ ചുമയ്ക്കുന്നു, കണ്ണിലൂടെ വെള്ളം വരുന്നുണ്ട്. മീനാക്ഷി ചോദിക്കുകയാണ് അച്ഛൻ എന്താ ചിരിക്കുകയാണോ കരയാണോ എന്ന്. അത് പിന്നെ ചിരിക്കുകയാണോ കരയാണോ എന്ന് ചോദിച്ചാൽ എനിക്കൊരു മോനുണ്ടായിരുന്നല്ലോ, അവൻ കത്തി നശിച്ചപ്പോൾ ഞാൻ കരുതി എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടെന്ന്. പക്ഷേ എനിക്ക് ഇതുപോലെ 2 പെൺകുട്ടികളെയാണ് ദൈവം തന്നതെന്ന് ഇപ്പോൾ മനസ്സിലായി. ഇനി എനിക്ക് ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? മീനു മോളെ, നീ ഞങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടും ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ടും പാടുപെടുന്നത് കാണുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് വളരെ വിഷമത്തോട് കൂടിയിട്ട് കരയുകയാണ്. ഈ സമയം പ്രസന്നയും കരയുന്നുണ്ട്. മീനാക്ഷിയാണെങ്കിൽ അതൊക്കെ കണ്ട് ആകെ തകർന്നു പോകുന്നു. പിന്നീട് വരദരാജനാവട്ടെ ജയപ്രകാശിന് വേറൊരു ആലോചനയുമായിട്ട് വരികയാണ്. ജയപ്രകാശ് ആണെങ്കിൽ ഒരു ട്രിപ്പ് പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നു, ഒരു 5 മാസത്തേക്ക്. വരദരാജൻ പറയുന്നുണ്ട് ഡോക്ടറായിട്ടുള്ളൊരു പെൺകുട്ടിയുടെ ആലോചനയാണിത്, അതുകൊണ്ടത് നമുക്ക് എത്രയും പെട്ടെന്ന് ചെന്ന് ഉറപ്പിക്കണം എന്നൊക്കെ പറയുമ്പോൾ തനിക്കിപ്പോൾ കല്യാണത്തിന് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് ജയപ്രകാശ് തുറന്നു പറയുന്നു. ഈ സമയം വിജയലക്ഷ്മി പറയുന്നുണ്ട് അല്ല, ഒരു കല്യാണം മുടങ്ങിയെന്ന് പറഞ്ഞ് അത് വേണ്ടെന്ന് വെക്കാനാണ് നിന്റെ തീരുമാനം? അത് പറ്റില്ല. ബാലകൃഷ്ണൻ പറയുകയാണ് അവൻ്റെ പാട്ടിന് വിട്ടേക്ക്, കുറച്ച് ദിവസത്തേക്ക് അവൻ്റെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവട്ടെ, ഇപ്പോൾ ഒരു പ്രശ്നം കഴിഞ്ഞല്ലേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ എങ്കിലേ ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല, ഇതെന്താ വല്ല നിരാശ കാമുകനെ പോലെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരദരാജൻ വീണ്ടും തുടങ്ങുന്നു. ജയപ്രകാശ് പറയുന്നുണ്ട് താൻ എന്തായാലും ഒരു ട്രിപ്പ് പോയിട്ടേ ഇനി ജോലിക്ക് പോലും പ്രവേശിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെ മീനാക്ഷിയാണെങ്കിൽ തിരിച്ച് കോളേജിലേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ച് പ്രിൻസിപ്പാളെ കണ്ട് സംസാരിക്കുന്നു. നിങ്ങളുടെ പ്രൈവസിയിൽ ഇടപെടാൻ എനിക്ക് യാതൊരു താല്പര്യവുമില്ല, പക്ഷേ മീനാക്ഷി കളവ് പറഞ്ഞാണ് ലീവ് എടുത്തതെന്ന് മനസ്സിലായി, ഇനി ക്ലാസ് എടുക്കാനൊന്നും കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ യാതൊരു പ്രശ്നമില്ലെന്ന് മീനാക്ഷി പറയുന്നു. ജയപ്രകാശും ലോങ് ലീവ് എടുത്ത് പോയിരിക്കുകയാണ്. നിങ്ങൾ തമ്മിൽ നല്ല കപ്പിൾസ് ആവേണ്ടതായിരുന്നു, പക്ഷേ എന്തുകൊണ്ടോ അതൊന്നും എനിക്കറിയണ്ട, പക്ഷേ ജോലിയിൽ നിങ്ങൾ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യരുതെന്നൊക്കെ പറയുമ്പോൾ ഇനി ഒരിക്കലും അതുണ്ടാവില്ല സാർ, ഞാൻ എൻ്റെ പ്രൊഫഷനുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്, ബാക്കിയൊന്നും തന്നെ അതിനെ ബാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി ആണെങ്കിൽ അയാൾക്ക് ഉറപ്പ് കൊടുക്കുന്നു. വെരി ഗുഡ്, ഇങ്ങനെ തന്നെ ആയിരിക്കണമെന്നും മീനാക്ഷിയോട് മാഷി പറയുന്നുണ്ട്. അങ്ങനെ മീനാക്ഷി ആണെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് എത്തുകയാണ്. പ്രസന്ന മീനാക്ഷി വരുന്നത് കാണുന്നുണ്ട്. അവളാണെങ്കിൽ ബാഗൊക്കെ വെച്ച് തലയിൽ കൈവച്ച് നിൽക്കുമ്പോൾ പ്രസന്ന വേഗം തന്നെ പോയിട്ട് എന്താ മോളെ വയ്യ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എനിക്ക് വയ്യായൊന്നുമില്ല, എന്താ കോളേജിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായോ, ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചോ, മോളെ ബുദ്ധിമുട്ടിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടേക്ക് തുളസിയും വരുന്നുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും മോളെ. ഒന്നുമില്ല അച്ഛാ, എനിക്ക് മടുത്തു, ആരും എന്നെ കുത്തി നോവിക്കുന്ന ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല, പക്ഷെ എല്ലാവരും ഇങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ വീർപ്പ് മുട്ടുന്നു. സത്യത്തിൽ നിങ്ങൾക്കൊക്കെ എന്താ പ്രശ്നം? ഞാനിവിടെ ഒരു ഭാരമാണോ? എന്നെ ഇവിടെ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണോ ഓരോ വിവാഹാലോചനയായിട്ട് കൊണ്ടുവരുന്നത് എന്നൊക്കെ മീനാക്ഷിയാണെങ്കിൽ തുളസീധരനോട് ചോദിക്കുമ്പോൾ തുളസിക്കാണെങ്കിൽ മറുപടിയില്ല. അങ്ങനെ അവളാണെങ്കിൽ ആകെ വിഷമത്തോട് കൂടിയിട്ട് ഒരു സത്യം കൂടി പറയുകയാണ്, ജയപ്രകാശ് ലോങ് ലീവ് എടുത്ത് പോയിരിക്കുകയാണെന്ന്. എന്തായാലും മീനാക്ഷി ആണെങ്കിൽ ആകെ തകർന്നിരിക്കുകയാണ്. തുളസിക്കും പ്രസന്നയ്ക്കും അത് കണ്ട് സഹിക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാൻ നാളത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട് ബൈ ബൈ.